ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. കർത്താവ് അനുവദിച്ചാൽ 2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ചെറിയ ഒരു മെഡിറ്റേഷനായിട്ട് ശുഭരാത്രി ചിന്തകൾ എന്ന നിലയിൽ ഒരു ചെറിയ ചിന്ത എല്ലാ ദിവസവും നൽകുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ആത്മീക ചിന്തകൾ വളരെ പരിമിതമായ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. 2 വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കട്ടെ. 2026 ജനുവരി 1, ഉത്തമഗീതം 1:4. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കും. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കും. 95-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുകയാണ്: വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പെടുക. 2025 നമ്മെ വിട്ടുപോയി. 2026 അനുഗ്രഹീതമായ പ്രഭാതത്തിലേക്ക് നാം പ്രവേശിച്ചു. ഈ 1-ാമത്തെ ദിവസത്തിൻ്റെ സന്ധ്യാസമയം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ആരാധനയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്തുതിഗീതങ്ങൾ പാടുവാൻ സാധിക്കണം. ദൈവം നമ്മുടെ നാവിന്മേൽ ദൈവത്തിന് വേണ്ടി സന്തോഷത്തിൻ്റെ ഗാനം പാടുവാൻ ഉള്ള അവസരം നൽകിയിട്ടുണ്ട്. സ്വർഗീയ ഗാനങ്ങൾ പാടേണ്ടവരാണ് നാം. ഭൂമിയിലായിരിക്കുമ്പോൾ ആ പല്ലവികൾ നാം ഏറ്റുപാടേണ്ടത് വളരെ ആവശ്യമാണ്. വാസ്തവത്തിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും എത്രയോ വലിയ സമ്പത്താണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. നാം ഈ ലോക ജീവിതത്തിൽ വിലപിച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ടവരല്ല. ലോകർ വിലപിക്കട്ടെ, നാം കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് കർത്താവിനായി നമ്മുടെ ജീവിത ചുവടുകളെ മുമ്പോട്ട് വയ്ക്കുക. അതിൽ നമ്മുടെ ഹൃദയം സന്തോഷിപ്പാനും ദൈവത്തിന് ഘോഷിക്കുവാനും ദൈവത്തിൻ്റെ നിത്യാത്മാവിനെ ദൈവം നമുക്ക് ദാനമായി നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമ്പൂർണമായ ആശ്വാസദായകനാണ്. അവിടുന്ന് നമ്മെ നിരന്തരമായി അനുഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങളെ അവിടുന്ന് അറിയുന്നു, സങ്കടങ്ങളെ അവിടുന്ന് മനസ്സിലാക്കുന്നു. ഒരു നാളും ഞാൻ പിന്മാറുകയില്ല. വിശ്വാസത്തിൻ്റെ കാഴ്ചയോടുള്ള ഓരോ ദിവസവും ദൈവസന്നിധിയിൽ മുമ്പോട്ട് വെച്ചുകൊണ്ട് വിശ്വാസത്താൽ ഞാൻ ജീവിക്കും. യെരുശലേമിൻ്റെ ഹാളുകളിൽ നിത്യഗീതം പാടേണ്ട നാം ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട സന്തോഷത്തിൻ്റെ ഗാനം പാടി ദൈവസന്നിധിയിൽ മുമ്പോട്ട് നീങ്ങേണ്ടതാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, വരുവീൻ, നാം ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പെടുക. ഇന്ന് രാത്രിയിൽ നാം നിദ്രയിലേക്ക് പ്രവേശിക്കും മുമ്പ് നമ്മുടെ ഹൃദയങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഹൃദയത്തിൽ സന്തോഷത്തോടെ പാടുവാനുള്ള അനുഗ്രഹീതമായ അവസരങ്ങൾ കർത്താവ് നൽകിയിരിക്കുന്നു. ആ അനുഗ്രഹം ഇപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആകയാൽ നമുക്ക് സന്തോഷത്തോടെ പാടാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രൂശിൻ്റെ നിഴലിൽ നമുക്ക് നിദ്ര കൊള്ളാം. പുതിയ പ്രഭാതം ദൈവം നമുക്കായി ഒരുക്കട്ടെ.